തെന്നിന്ത്യയിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളുടെ പട്ടികയെടുത്താൽ അതിൽ കമൽഹാസൻ ശങ്കർ ടീമിന്റെ ഇന്ത്യൻ 2 മുൻനിരയിൽ കാണും. ഏറെ നാളുകളായി കമൽഹാസൻ പ്രേക്ഷകർ മാത്രമല്ല പാൻ ഇന്ത്യൻ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണത്. നാളെ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കമൽഹാസൻ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. ചടങ്ങിൽ വെച്ച് നടൻ നെടുമുടി വേണുവിനെ കുറിച്ച് കമൽഹാസൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായി. ആദ്യം കമൽഹാസൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. While we were acting, he said almost സുഖമില്ലാതെ കിടന്ന് അറിയുമോ ഞാൻ പറഞ്ഞു, I almost missed the film എന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇവിടെ തോന്നുന്നു. I always said, ഇപ്പോൾ ഈ രംഗത്ത് വെച്ച് പറയുന്നില്ല, one of my favorite മലയാളം ആക്ടേഴ്സ് നെടുമുടി വേണുവാണ്. ഓൾവേസ് ഈവൻ ഇന്ത്യൻ 1 സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു. ഇന്ത്യൻ 2വിന്റെ വിശേഷങ്ങളുമായി അമൃത ചേരുന്നുണ്ട്. അമൃത, ആദ്യം തന്നെ പറയാനുള്ളത്, അതായത് നമ്മുടെ ഉലക നായകൻ, മലയാളത്തിലെ തന്നെ ഒരു മഹാനടനെ കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ നെടുമുടി വേണു ഈ ചിത്രീകരണമൊക്കെ പാതി വഴിക്ക് എത്തിയപ്പോഴാണ് നെടുമുടി വേണു നമ്മളെയൊക്കെ വിട്ടു പോകുന്നത്. അതിനുശേഷം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നെടുമുടി വേണുവിന്റെ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ എന്നുള്ള പ്രത്യേകത കൂടി ഇന്ത്യൻ 2വിലുണ്ട്. അപ്പോൾ പറയൂ, നാളെ തിയേറ്ററുകളിൽ എത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്താണെന്നതിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് കമൽഹാസൻ കേരളത്തിലെത്തി എന്തൊക്കെ പറഞ്ഞു ഈ സിനിമയെക്കുറിച്ച്? ഇന്നലെ ശരിക്കും കൊച്ചിയിൽ വലിയൊരു തരംഗമായിരുന്നു കമൽഹാസൻ വരുന്നതിനോടനുബന്ധിച്ച്. തീർച്ചയായിട്ടും പ്രൊമോഷൻ, ഇന്ത്യൻ 2വിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാ വേദികളിലും നിർത്താതെ പറയുന്ന ഒരു പേരാണ് നെടുമുടി വേണുവിൻ്റേത്. അദ്ദേഹത്തിനെ അത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്ന് കമൽഹാസൻ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പകുതി വരെയും നെടുമുടി വേണു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, അഭിനയിച്ചിരുന്നു. ആ പകുതി എടുത്ത് ആ ചിത്രീകരണം പാതി വഴിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം നമ്മോട് വിട പറയുന്നത്. അദ്ദേഹം അതിനുശേഷം ബോഡി ഡബിൾ ചെയ്തത് മലയാള സിനിമയിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നന്ദു പൊതുവാളാണ്. അപ്പം ബോഡി ഡബിൾ ചെയ്യുന്ന സമയത്തും നെടുമുടി വേണുവിനെ അത്രത്തോളം മിസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം താൻ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസവും അതേ ഈ പ്രസ് മീറ്റിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇവിടെ എവിടേക്കോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യുന്നു. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെടുമുടി വേണു എന്നായിരിക്കും പറയുന്നത് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. കമൽഹാസൻ മാത്രമല്ല, ശങ്കറും, സംവിധായകൻ ശങ്കറും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന കഥാപാത്രം. ഒരു പോലീസ് ഓഫീസർ ഉദ്യോഗസ്ഥനായിട്ടാണ് സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. സേനാപതിയിലുള്ള കുറ്റക്കാരനെ കണ്ടെത്തുന്നതും നെടുമുടി വേണുവിൻ്റെ കഥാപാത്രമാണ്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് രണ്ടാം ഭാഗത്തിൽ വരുന്നത്. അപ്പം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ നെടുമുടി വേണു എത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു കഥാപാത്രമാണ് സിനിമയിലെന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. പിന്നെ കമൽഹാസൻ മലയാളികളുടെ കൂടി ഒരു സ്വത്ത് കൂടാണ്. അപ്പം അദ്ദേഹത്തിന് മലയാള സിനിമ എന്ന് പറയുന്നത് അത്രത്തോളം ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ കമൽഹാസൻ. അവരുടെ അതാണ്. അപ്പോൾ ഇന്ത്യൻ ആദ്യ ഭാഗം തന്നെ, ഈ സിനിമയുടെ ആദ്യ ഭാഗം തന്നെ വലിയ രീതിയിൽ നമ്മൾ പ്രേക്ഷകർ സ്വീകരിച്ചതാണ്. അപ്പോൾ ഇനിയും ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ, എങ്ങനെയാണ് നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷ എന്താണ് നാളത്തേക്ക് നമ്മൾ നോക്കിക്കാണുന്നത്? പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടൊപ്പം കുറച്ചൊരു ആശങ്കയുണ്ട്. കാരണം ഇന്ത്യൻ സിനിമ ആദ്യം സംസാരിച്ചതുപോലെ അല്ല. അപ്പോൾ ആദ്യം സംസാരിച്ച അഴിമതിക്കെതിരായുള്ള ഒരു 1 മാൻ ആർമി ആയിരുന്നു സേനാപതി. ഇപ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അഴിമതി മാത്രമല്ല നടക്കുന്നത്. അപ്പം അക്കാര്യങ്ങൾ സംസാരിക്കുമോ? ഇനി സേനാപതി, അന്ന് സേനാപതിക്ക് ഒരു 80-ന് മേലെ പ്രായമുണ്ട്. അപ്പം ഇത്രയും 28 വർഷത്തിന് ശേഷം വരുമ്പോൾ സേനാപതി എത്രത്തോളം പവർഫുള്ളാണ്, സേനാപതിയുടെ അന്നുണ്ടായിരുന്ന കഴിവുകൾ മാത്രം മതിയോ ഇന്നത്തെ പ്രശ്നങ്ങൾ തീർക്കാമെന്നുള്ളത് വലിയ ചർച്ചയുണ്ട്. അതുപോലെ തന്നെ തിരക്കഥ ഏത് രീതിയിലാണ് പോകുന്നത്. അപ്പം കുറച്ച് ആശങ്കയും എന്നാൽ പ്രതീക്ഷ ഒട്ടും കുറയ്ക്കുന്നില്ല. കാരണം കമൽഹാസൻ അത്രത്തോളം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മൾ ഗെറ്റപ്പുകൾ കണ്ട, ലുക്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം മേക്കപ്പിന് വേണ്ടിയിട്ട്, പ്രോസ്തറ്റിക് മേക്കപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുക്കുക. ഭക്ഷണം പോലും ബുദ്ധിമുട്ടോടുകൂടി ചില സമയത്ത് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം ഒരു ഇപ്പോൾ സാങ്കേതിക വിദ്യയിലാണെങ്കിലും AI ടെക്നോളജി ഏത് രീതിയിലാണ് സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൂടി അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. നാളെ ഇനിയും ഒരു 2-3 ഷോ കഴിഞ്ഞാൽ മാത്രമേ സിനിമ ഏത് രീതിയിലേക്കായിരിക്കും ഉയരുന്നത്, എങ്ങനെയായിരിക്കും താഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.